തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. സ്പെഷ്യൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാം. അതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കടുക്, ഉണക്കമുളക്, പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ശർക്കര വേണം, അത് പിന്നീട് കാണിക്കാം. നമുക്ക് ഈ ഇഞ്ചി പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അരിയാതെ ഉണ്ടാക്കാം. റൗണ്ടായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് പൊടിച്ചും ഉണ്ടാക്കാം, അരിഞ്ഞും ഉണ്ടാക്കാം. പക്ഷേ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇഞ്ചിക്കറി പലതരത്തിലും പലരും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന വിധം ഒരു 50 വർഷം മുമ്പ് എൻ്റെ മുത്തശ്ശിയും അമ്മയൊക്കെ ഉണ്ടാക്കിയിരുന്ന ഇഞ്ചിക്കറിയാണ്. നമുക്കതിലേക്കൊന്ന് 50 വർഷം പുറകിലേക്ക് പോയി നോക്കാം, അന്നത്തെ ഇഞ്ചിക്കറി എങ്ങനെയാണെന്നുള്ളത്. തുടങ്ങാം. നമുക്ക് ഈ രീതിയിൽ അരിയാം. ഇഞ്ചി അരിയണത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ ബുദ്ധിമുട്ടിയാലും അതിനാണ് ടേസ്റ്റ് അധികം. മെത്തേഡ് പ്രകാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചി അരിഞ്ഞുണ്ടാക്കണം. ഇത്രയും പൊടി പൊടിയായിട്ട് അരിയണം. ഇപ്പം നമ്മൾ ഇഞ്ചി അരിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതും ഇത്തിരി വലുതാണ് ഞാൻ അരിഞ്ഞേക്കണത്. ഇതിനേക്കാളും പൊടി പൊടിയായിട്ട് അരിയണം, അല്ലെങ്കിൽ മൂപ്പ് വ്യത്യാസം വരും. ഇനി നമ്മൾ അതേ രീതിയിൽ തന്നെ പച്ചമുളക് അരിയണം. ഇപ്പോൾ നമ്മളുടെ പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണത്. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 250 ഗ്രാം ഇഞ്ചിക്ക് 100 ഗ്രാം മുളക്, 150 ഗ്രാം ശർക്കര, 100 ഗ്രാം പുളി എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമ്മൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ പുളി അധികം ചേർക്കും. ഇഞ്ചിക്കറി പറയണതിൽ പുളി അധികം വേണം. അതിന് പുളി അധികം ചേർക്കേണ്ടത് 100 ഗ്രാം അല്ല, അധികമുണ്ട്. ഞാൻ പിഴിഞ്ഞ് ചേർക്കാൻ നേരത്ത് കാണിക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുക്കണം. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞെടുത്തു. നന്നായിട്ട് പുളി എടുത്തിട്ടുണ്ട്. 150 ഗ്രാം പുളി ഉണ്ട്. പുളി അരിക്കണം എന്നില്ല, പക്ഷേ ഇത് ഈ വാങ്ങിക്കുന്ന പുളി ആയത് കാരണം നമ്മൾ അരിച്ചെടുക്കുക. വീട്ടിലുണ്ടാക്കുന്ന പുളിയാണെങ്കിൽ അരിക്കണ്ട, ഇതിനകത്ത് തൊണ്ടുണ്ടാവും. പുളി പിഴിഞ്ഞ് തിളയ്ക്കാൻ വെച്ചു. അതിലേക്ക് നമ്മളൊരു 1/2 സ്പൂൺ മുളക് പൊടി ഇടുന്നുള്ളൂ. 1/2 സ്പൂണും ഇല്ല, 1/2 സ്പൂണിലും കുറവാണ്. കാരണം പച്ചമുളകുണ്ട് ഇഷ്ടം പോലെ. 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ നമ്മൾ ഇഞ്ചിക്കറിക്ക് വേണ്ടതായ ഉപ്പ്, മുളക്, പുളി ചേർത്ത് തിളപ്പിക്കാൻ വെച്ച ഇത് നമുക്ക് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഇത് തിളക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. നമ്മളിതിലേക്ക് ആവശ്യമുള്ള കടുക് ഇടുകയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് വറ്റൽമുളക് ഇടുകയാണ്. കൂടെ തന്നെ കരിവേപ്പില ഇടുക.
നമ്മൾ ഇഞ്ചി വറക്കാനിടുക കേട്ടോ. നമ്മളതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇടുക. നമ്മൾ ചെറിയ തീയിലാട്ടോ ഇത് വറുത്തെടുക്കണത്. ഇത് കരിയാതെ നോക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഭംഗിയായിട്ട് വറുത്ത് ഈ നിറമായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉപ്പ് മുളക് പുളി എല്ലാം തിളപ്പിച്ച് കുറുകി വന്നിട്ടുണ്ട്. അത് നമ്മൾ അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത്. ശർക്കര തിളപ്പിച്ച് പാനിയാക്കി വയ്ക്കുകയാണ്. കുറച്ച് ഒഴിക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഇനി ഇത് ഉരുളിക്കകത്തിരുന്ന് കുറച്ചും കൂടി വെള്ളം പറ്റും. ഉരുളിക്ക് ഭയങ്കര ചൂടാണ്, അന്നേരം കുറച്ചും കൂടി പറ്റും. ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. നമ്മൾ പാത്രം ചേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി. അടിപൊളി ഇഞ്ചിക്കറിയാണ്. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.